ഒരു സിനിമ നമ്മൾ കമേഴ്ഷ്യലായിട്ട് അല്ലെങ്കിൽ നമ്മൾ മാസിന് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ പണം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത് കളയാം. എന്നിട്ട് അതിനുശേഷം ഞാൻ എൻ്റെ മനസ്സിലുള്ള സിനിമ അതൊരിക്കലും സംഭവിക്കാൻ പോകാത്ത കാര്യമാണ്. ഒരു ആക്ടറുടെ ഒരു ഇന്നർ ഇവല്യൂഷൻ അത് വളരെ പ്രധാനമാണ്. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇതെല്ലാം സൂപ്പർഫിഷ്യലാണ്, ലുക്കിംഗ് ഗുഡ് ഈസ് ഇനഫ് എന്നുള്ളത്. നോവലിനോട് നീതി പുലർത്തുക എന്നുള്ളൊരു ക്ലീഷയോട് കഴിയുന്നതും മനസ്സ് അടിപ്പെടാതിരിക്കുക. നോവലിനോട് നീതി പുലർത്തുക അല്ല വേണ്ടത്. നമ്മൾ നമ്മുടെ മാധ്യമത്തോട് നീതി പുലർത്തുക, നമ്മളുടെ സ്വന്തം സെൽഫിനോട് നീതി പുലർത്തുക. നമ്മളതിൽ കണ്ടത് എന്താണോ, നമുക്കതിൽ വായിച്ചെടുക്കാൻ പറ്റിയ എന്താണോ അതിനോട് നീതി പുലർത്തുക. ആൻഡ് ദെയർബൈ പ്രേക്ഷകരോട് നീതി പുലർത്തുക. വായനക്കാരനോട് നീതി പുലർത്താൻ ബുദ്ധിമുട്ടായിരിക്കും. സാർ, അമരനിലെ അച്ഛൻ വേഷത്തെക്കുറിച്ച് ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. എന്താ സിനിമ കണ്ടിട്ട് തോന്നി? അതൊരു ഈ പറഞ്ഞ പോലെ ഒരു വാർ ഹീറോയുടെ കഥ പറയുന്നതിനുള്ള ഒരു റൈറ്റ് ബ്ലെൻഡ് ഓഫ് എൻ ഇമോഷണൽ സ്റ്റോറി ആസ് വെൽ ആസ് ദ വാർ സ്റ്റോറി. അതിൻ്റെ ഒരു വിജയമായിട്ടാണ് എനിക്ക് ആ സിനിമയുടെ ഒരു വിജയം തോന്നിയത്. അപ്പം അതിൽ കറക്റ്റ് പ്രൊപ്പോർഷനിൽ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് സായ് പല്ലവിയുടെ ആ കുടുംബത്തിൻ്റെ കഥ വളരെ ഹൃദ്യമായിട്ടത് പറഞ്ഞിട്ടുണ്ട്. അതിനകത്തുള്ള ഹ്യൂമനായിട്ടുള്ള കുറേ കോൺഫ്ലിക്റ്റുകളെ പറ്റി നല്ലപോലെ ആവശ്യത്തിന് ഡീറ്റെയിൽ ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. സോ ഇറ്റ്സ് എ വെരി ടച്ചിങ് ക്യാരക്ടർ. അതുകൊണ്ടായിരിക്കും നല്ല തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും. ഈ ആക്ടർ എന്നുള്ളൊരു ആ ഒരു സ്പേസിൽ സാർ എത്രത്തോളം എൻജോയ് ചെയ്യുന്നുണ്ട്? അതൊരു പ്രോബ്ലമാറ്റിക് ചോദ്യമാണ്. പലപ്പോഴും നമ്മൾ ഭയങ്കര ഏകാന്തത തോന്നും ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ സെറ്റിൽ ഉണ്ടാകുമ്പോഴേ. കാരണം ആസ് എ ഡയറക്ടർ നമ്മൾ എല്ലാത്തിലും ഇൻവോൾവ് ആണ്. എവറി സെക്കൻഡ് യു ആർ എൻഗേജ് ക്രിയേറ്റീവ്ലി ഡ്യൂറിങ് ദ ഷൂട്ട്. ആസ് ആക്ടർ വളരെ ആവശ്യമുള്ള സമയത്ത് വന്ന് റോൾ അഭിനയിച്ച് പോവുക എന്നുള്ളത് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ലാക്ക് ഓഫ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഓരോ ഡയറക്ടറും ശരിക്കും ഒരു ആക്ടറുടെ ഒരു റോളും കൂടിയൊക്കെ ഒന്ന് ചെയ്തു നോക്കി മനസ്സിലാക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എങ്ങനെയാണ് ഒരു ഡയറക്ടറുടെ കമാൻഡ്സ് ഒരു ആക്ടർക്ക് എങ്ങനെയാണത് കിട്ടുന്നത്, അതിലെന്തൊക്കെയാണ് ചലഞ്ചസ്, എങ്ങനെയാണ് അതിനെ കുറേയും കൂടി ഇഫക്റ്റീവ് ആക്കാൻ സാധിക്കുക എന്നുള്ളത് ഒരു ആക്ടറുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. കാരണം ആക്ടേഴ്സിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ ഉണ്ടാവേണ്ട ക്ലാരിറ്റി, അത് ആക്ടർക്ക് നമ്മളെ ട്രസ്റ്റ് ചെയ്യാവുന്നിടത്തോളം ഓണസ്റ്റായിട്ട് നമ്മൾ ആൻസർ ചെയ്യേണ്ട രീതികൾ, ഇങ്ങനെ പലതൊക്കെ എനിക്ക് ഈ സൈഡിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. ഒരു ക്യാരക്ടറെ പരുവപ്പെടാൻ അവരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത്? തീർച്ചയായും. കാരണം അതിൽ എങ്ങനെയാണ് ഫിലിം മേക്കിംഗ് ഈസ് ഓൾ അബൌട്ട് കമ്മ്യൂണിക്കേറ്റിംഗ്. ഡയറക്ടർ എങ്ങനെയാണ് ക്യാമറമാനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, റൈറ്ററോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ആ ടീമിൻ്റെ അവിടെയുള്ള എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ്റെ ക്വാളിറ്റിയാണ്. അപ്പോൾ അത് ഒരു ആക്ടറുടെ തലത്തിൽ നിന്നും നോക്കിക്കാണുമ്പോൾ നമുക്ക് ഒരു ഡയറക്ടറുടെ ജോലിയാണ് കുറേയും കൂടി അത് പിൽക്കാലത്ത് ഇമ്പ്രൂവ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. സോ അതുകൊണ്ട് അത് എല്ലാ രീതിയിലും ബെനിഫിഷ്യലാണ്. ഒരു ഡെപ്തുള്ള നുവാൻസ്ഡ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്, ഇൻട്രസ്റ്റിംഗ് ആണ്. അതൊരു ഡയറക്ടറുടെ ജോലി പോലെ തന്നെ ക്രിയേറ്റീവ്ലി എൻഗേജിങ് ആണ്. അതല്ലാതെ വെറുതെ സൂപ്പർഫിഷ്യലായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്നതിൽ വലിയ രസമില്ലതാണ്. അത് പറയുമ്പോൾ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് സാറായിരിക്കും ഏറ്റവും നല്ല കമ്മ്യൂണിക്കേറ്റർ എന്ന്. കാരണം സാറിൻ്റെ സിനിമകളിലെ പല ആക്ടേഴ്സിനെയും അവർ അതുവരെ ചെയ്തിട്ടുള്ള അവരുടെ ഒരു രീതി ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ മാറി ചെയ്തവരാണ്. ഇപ്പം നിവിൻ പോളി, ഹേയ് ജൂഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ദിലീപിൻ്റെ അരികെ സിനിമയിൽ ദിലീപിൻ്റെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ, ഇവരൊക്കെ സാറിൻ്റെ മാത്രം കഥാപാത്രങ്ങളാണ്. ആ ഹേയ് ജൂഡിൽ നിവിൻ പോളി സാറിൻ്റെ മാത്രം നിവിൻ പോളിയാണ്. കാരണം അങ്ങനെ ഒരു പെർഫോമൻസ് നമ്മൾ വേറെ എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷനിലേക്ക് വന്ന് സാർ ബെസ്റ്റായിരുന്നു അല്ലേ? എനിക്ക് തോന്നുന്നു അത് അതിൻ്റെ ക്രെഡിറ്റ് അതിൻ്റെ റൈറ്റിങ്ങിൽ കൂടി പോകും. കാരണം ഒരു റോള് ഇഫ് ഇറ്റ് ഈസ് വെൽ റിട്ടൺ, വെൽ കൺസീവ്ഡ് ആൻഡ് വെൽ റിട്ടൺ, അതിൻ്റേതായിട്ടുള്ള യുണീക്നെസ് ഉണ്ടാവും. അത് സാധാരണ മറ്റ് ആ നടൻ അവതരിപ്പിക്കുന്നതിൽ നിന്നും തീർച്ചയായും മാറി നിൽക്കും. അത് യുണീക്കായിട്ടുള്ളൊരു ഓതൻറ്റിസിറ്റിയുള്ള ഒരു ജീവിതമായിട്ടത് വരും. സോ ഇഫ് ഇറ്റ് ഈസ്, ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഗ്രേറ്റ് റൈറ്റേഴ്സ് ക്യാരക്ടറൈസേഷൻസ്, അല്ലെങ്കിൽ റൈറ്റിങ്ങിൽ അത്രത്തോളം ശ്രദ്ധിച്ചത് കൊണ്ടാണ് അവർക്ക് ആ ക്യാരക്ടറൈസേഷൻ അത്രയും മുമ്പോട്ട് പോകാൻ പറ്റിയത്.
അതർവൈസ് ഞാൻ വേറൊരു പ്രത്യേക മാജിക് ഒന്നും അതിൽ ഉപയോഗിക്കാറില്ല. പിന്നെ ഞാനൊരു ധാരാളം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്, ധാരാളം സംസാരിക്കാറുണ്ട്. ആ കഥാപാത്രത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളെയുമുള്ള അവരുടെ മാനസിക നിലയെ ഒരു 1-2 നിലയിൽ ആഴത്തിൽ പോയി സംസാരിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പ്രീ ഷൂട്ട് റിഹേഴ്സൽസ് പലപ്പോഴും നടക്കാറുണ്ട്. പ്രത്യേകിച്ച് പുതിയ ആക്ടേഴ്സ്, ഇപ്പോൾ ഋതുവിൻ്റെ കാര്യത്തിലൊക്കെ ഒരു 1-2 ആഴ്ച നീണ്ടു നിൽക്കുന്നൊരു പ്രീ ഷൂട്ട് റിഹേഴ്സൽ ഉണ്ട്. സോ ആക്ടർ ഇസ് പ്രിപ്പയർഡ്. അവർക്ക് അവരുടേതായിട്ടുള്ളൊരു യുണീക്ക് എക്സ്പ്രഷൻ കണ്ടെത്താനുള്ളൊരു സാഹചര്യം നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ കൊണ്ടായിരിക്കും ഒരുവിധം സിനിമകളൊക്കെ സാറിൻ്റെ റിഹേഴ്സൽസ് നടക്കാം. അധികവും അറ്റ്ലീസ്റ്റ് ചില ക്യാരക്ടേഴ്സിനെങ്കിലും അതിനുള്ള സ്പേസ് ഞാൻ കണ്ടെത്തും. കാരണം ആക്ടറെ പ്രിപ്പയർ ചെയ്യാനുള്ള സമയമല്ല ഷൂട്ടിംഗ്. ഷൂട്ടിംഗ് ഈസ് എ വെരി എക്സ്പെൻസീവ് ടൈം. നമ്മളൊരു 30-35 ദിവസം ഷൂട്ട് ചെയ്യുമ്പോൾ ടെക്നോളജിക്കും മറ്റാ സീൻ സെറ്റ് ചെയ്യുന്നതിനുമാണ് നമ്മൾ സമയം കണ്ടെത്തുന്നത്. ആക്ടറെ ഒന്നാമത് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം അവിടെ ഇല്ല. സോ ദ ആക്ടർ ഹാസ് ടു ബി ഐദർ പ്രിപ്പയർഡ് ഏർലിയർ, അല്ലെങ്കിൽ അവർ എത്ര സ്കിൽഫുൾ ആയിരിക്കണം ഇമ്മീഡിയറ്റ്ലി അത് പിക്കപ്പ് ചെയ്യാൻ. സോ അതൊരു റിസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് അവരുമായിട്ട് നേരത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇപ്പോൾ പല ആക്ടേഴ്സും അത് പുതിയ ആൾക്കാരാണെന്ന് ആവണമെന്നില്ല, ഒരുപാട് സമയം ഇപ്പോൾ പാർവതിയൊക്കെ പോലുള്ളൊരു ആക്ടർ, ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ളൊരു അനുഭവം ഞാൻ പറയാം. കാഴ്ചയിൽ ഒരുപാട് സമയം ഞങ്ങൾ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഇത്രയൊക്കെ ഡെപ്തിൽ പോകണമെന്ന് നമുക്ക് തോന്നും, അത്രയൊക്കെ ആവശ്യമുണ്ട്. അവരുടെ ബാക്ക് സ്റ്റോറിയും അതിലൊരോ മൊമെൻ്റ് ലൈൻ്റെ ഓരോ ഡയമെൻഷനെ കുറിച്ചും കീറി ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു പാർവതിയെ പോലുള്ളൊരു ആക്ടർ അത് ആ കഥാപാത്രത്തെ പ്രിപ്പയർ ചെയ്യാനാണ് അത് ഉപയോഗിക്കുന്നത്, മെൻ്റലി അത് ഷുവറാക്കാൻ. സോ ഷൂട്ടിങ്ങിൽ എനിക്ക് കൂടുതലൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. ഷി വാസ് ഓൾറെഡി പ്രിപ്പയർഡ്. കുറച്ചുകൂടി സ്പെസിഫിക് ആയി അതിലേക്ക് തന്നെ വന്നാലേ, ഇപ്പം നിവിൻ പോളി ആ ഹേജൂഡ് ചെയ്യുന്ന സമയത്ത് ഒന്ന് സാറിൻ്റെ സിനിമയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാസ്റ്റ് അല്ല. കാരണം അതുവരെയുള്ള നിവിൻ്റെ ഒരു കരിയർ എടുത്ത് നോക്കിയാൽ മറ്റു തരം സിനിമകളാണ് ചെയ്തത്. അപ്പോൾ സാറിന് നിവിനെ പ്രിപ്പയർ ചെയ്തെടുക്കുക എന്നുള്ള ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അത് ഈസി ആയിരുന്നോ? ആ ക്യാരക്ടർ സാർ പലതരത്തിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്, പക്ഷെ നിവിൻ അത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതൊക്കെ. ഈ എല്ലാ ആക്ടേഴ്സും സ്വന്തം ആർട്ട് ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് അതിനുള്ള സ്പേസ് പലപ്പോഴും റോളുകളിൽ കിട്ടാറില്ല. ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ അവരുടെ ഒരു ഇൻറ്റേർണലായ വർക്കിനെ ആരും ശ്രദ്ധിക്കാറില്ല. അതൊക്കെ കൊണ്ടാണ് പലപ്പോഴും സൂപ്പർഫിഷ്യസ് ആയിട്ടുള്ള പെർഫോമൻസുകൾ നമ്മൾ അധികവും കാണുന്നത്. നിവിന് ഒരു വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ആക്ടറാണ്. ഒരു റോൾ ക്രിയേഷനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇതുപോലുള്ള റോള്, ഒരു ആസ്പെർജർ സിൻഡ്രോമുള്ള ഒരാളുടെ ഒരു കഥ എന്ന് പറയുന്നത് എങ്ങനെയാണത് ഓരോ മൂമെൻറ്റിലും ആ കഥാപാത്രത്തിൻ്റെ ഓരോ വളർച്ചയുടെ ഭാഗത്തും അതെങ്ങനെ ഉണ്ടാവണം, ഏത് ടോണിൽ ഒരു സ്ട്രെയിഞ്ച്നെസ് ഉണ്ടല്ലോ ബിഹേവിയർ, അതെങ്ങനെ അതിനെ ടൈലർ ചെയ്യണം എന്നുള്ളതൊക്കെ വളരെ വിശദമായി സംസാരിച്ച് ഡെവലപ്പ് ചെയ്ത് പോയതാണ്. കാരണം അറിയാമല്ലോ, ഒരു ഷൂട്ടിംഗ് അതിൻ്റെ ഒരു ക്രൊണോളജിക്കൽ സീക്വൻസിലല്ല എടുക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഒരു മധ്യഭാഗത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങുമ്പോൾ അവിടെ കാണുന്ന ഇമോഷൻ നേരത്തെ എങ്ങനെ ഗ്രാജ്വലി ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളത് ആക്ടറും ഡയറക്ടറും മാത്രമുള്ള ട്രസ്റ്റിൻ്റെ കളിയാണത്. അപ്പോൾ അത് സാർ എത്ര വേണോ വേണ്ടേ കുറയ്ക്കണം എന്ന് ഞാൻ പറയുന്നത്, ഹി ട്രസ്റ്റ് ദാറ്റ്. എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ തിരിച്ചു പിടിക്കുന്നത്. അപ്പോൾ അതൊരു നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ എന്നുള്ള വളരെ പ്രധാനമാണ് ആക്ടറായിട്ടുള്ള നിവിൻ. വളരെ എല്ലാ ആക്ടേഴ്സും, ഞാൻ വർക്ക് ചെയ്ത എല്ലാ ആക്ടേഴ്സും അവരുടേതായിട്ടുള്ള രീതികളുണ്ട്. ഇപ്പോൾ ഒരേ കടലിലെ മമ്മൂക്കയുടെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ളൊരു സ്റ്റൈലുണ്ട്. അദ്ദേഹം അത് ഈ വളരെ പ്രസിദ്ധമായൊരു സേയിങ് ഉണ്ട്, ഓരോ ആക്ടറും തൻ്റെ പല കഥാപാത്രങ്ങളിലൂടെ തൻ്റെ തന്നെ വ്യക്തിത്വത്തിൻ്റെ പല ഭാവങ്ങളാണ് കാണിക്കുന്നത്. അല്ല വേറെ ആളുകളായി മാറുകയൊന്നുമല്ല. നമ്മൾ പൊതുവേ ഒരു സേയിങ് ഉണ്ടല്ലോ, കഥാപാത്രമായി മാറുക, അതൊന്നുമല്ല ശരിക്കും. കാരണം മമ്മൂട്ടി എന്നുള്ള നടൻ്റെ സ്വഭാവത്തിൻ്റെ പല പ്രത്യേകതകൾ പല സിനിമകളിൽ വന്നിട്ടുണ്ട്. അതിലൊന്നാണ് ഒരേ നാഥൻ. അപ്പോൾ അത് ട്യൂൺ ചെയ്യണം, ആ ഒരു പ്രത്യേക ഭാവത്തിൻ്റെ അതിനകത്തുള്ള ചെറിയ വേരിയേഷൻസ് അതൊന്ന് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് ആക്ടറും ഡയറക്ടറും തമ്മിലുള്ള ഒരു ആർട്ടിൻ്റെ പ്രധാന ശ്രമം. ചിലപ്പോൾ അങ്ങനെ ഒരു ഭാവം ഉണ്ടെന്ന് ചിലപ്പം അയാൾ കണ്ടുപിടിക്കുന്നത് ആ സമയത്ത് കൂടി. എക്സാക്ട്ലി. നമ്മളിലെല്ലാം എല്ലാത്തരം ഭാവങ്ങളും ഉണ്ട്. മനുഷ്യരാണെന്നുള്ളതുകൊണ്ട് തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള, ഒരു പക്ഷേ വളരെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഭാവങ്ങൾ നമ്മുടെ ഉള്ളിൽ പേറുന്നുണ്ട്.
അതിനെ ഒരു ഡിസ്കവർ ചെയ്യുകയും അതിനെ ഒന്ന് പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്ന പ്രോസസ്സ് കൂടിയാണ് ഈ ക്രിയേറ്റീവ് പ്രോസസ്സ്. അതിനൊരു വഴങ്ങണം. അത് ഡയറക്ടറോടുള്ള ട്രസ്റ്റും കൂടിയാണ്, അല്ലെങ്കിൽ ആ പാർട്ടിനോടുള്ള ആ കഥാപാത്ര രചനയോടുള്ള അവരുടെ ഒരു വിശ്വാസം കൂടിയാണ്. ഈ ഒരേകടൽ നടക്കുമ്പോഴും ഇങ്ങനത്തെ റിഹേഴ്സൽസ് അതെ 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 അതെ. പക്ഷേ അത് പ്രീ ഷൂട്ടിൻ്റെ ഒരു പ്രത്യേക സെഷനായിട്ടല്ല, ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഞാനത് കൃത്യമായിട്ട് നമ്മളൊരു തിയേറ്ററിൽ എങ്ങനെയാണോ അത് ബ്ലോക്ക് ചെയ്യുന്നത്, ഒരു സീൻ എങ്ങനെയാണോ ബ്ലോക്ക് ചെയ്യുന്നത്, അത് ചെയ്ത് കുറേ വർക്ക് ചെയ്ത ശേഷമാണ് സിനിമാറ്റോഗ്രാഫറും മറ്റവരൊക്കെ അതിനകത്തേക്ക് വരുന്നത്. അല്ലാതെ ഷോട്ട് പറഞ്ഞിട്ട് അതിലേക്ക് അഭിനയിക്കുകയല്ല. ഒരു ഇവൻറ്റ് ബ്ലോക്ക് ചെയ്ത് ഡിസൈൻ ചെയ്ത് അത് സ്റ്റേജ് ചെയ്യുമ്പോൾ പിന്നെ അതിനെ ക്യാമറമാൻ അത് കവർ ചെയ്യണം. ദാറ്റ് ഈസ് എ ഡിഫറൻസ്. അതിലിപ്പം ഒരുപാട് ഡയലോഗുകളുണ്ട്. എനിക്ക് ഭയങ്കര ടച്ചിങ് ആയ ഡയലോഗുണ്ട്. രമ്യ കൃഷ്ണയും മമ്മൂട്ടിയും തമ്മിലുള്ള കോൺവെർസേഷനിൽ രമ്യ അവരുടെ പാസ്റ്റ് പറയുമല്ലോ, കുട്ടി മരിച്ചതും പട്ടിണി കിടന്നാണ്. മമ്മൂട്ടി പറയുന്നുണ്ട് എന്നിട്ട് നീ ഭ്രാന്തിയായില്ല. അപ്പോൾ അവർ മറുപടി പറയുന്നത് പക്ഷേ എന്നെ ഒരു പുരുഷൻ സ്നേഹിച്ച് വഞ്ചിച്ചിട്ടില്ല. അത് എഴുതി കിട്ടിയ മൊമെൻ്റ് ഉണ്ടല്ലോ, അതെങ്ങനെയാണ് സാർ ഓർക്കുന്നത്? ഓർമ്മയില്ല. അത് ആ കഥാപാത്രങ്ങളെല്ലാം ഞാൻ പറഞ്ഞില്ലേ, സുനിൽ ഗംഗോപാധ്യായയുടെ ഒരു വണ്ടർഫുള്ളായിട്ടുള്ളൊരു സ്റ്റോറി നോവലാണ് അതിൻ്റെ ആധാരമായിട്ടുള്ളത്. അതിൽ നിന്നാണ് ഈ കഥാപാത്രങ്ങളും ഈ സംഭാഷണങ്ങളും ഒക്കെ വരുന്നത് അധികവും. ഈ പറഞ്ഞ പോലെ നമ്മളൊരു ജഡ്ജ്മെൻ്റൽ അല്ലാതെ മനുഷ്യരെ സമീപിക്കുമ്പോഴേ, കഥാപാത്രങ്ങളെ സമീപിക്കുമ്പോൾ കിട്ടുന്ന ചില മൊമെൻറ്റ്സാണിത്, ചില മാജിക്കൽ. അതെ അതെ എക്സാക്ട്ലി. അതുപോലെ അതിലെ മോണോലോഗുകളുണ്ട്. ഇപ്പം മമ്മൂട്ടി പറയുന്നത്, നമ്മൾ മമ്മൂട്ടിയുടെ ഇത്തരത്തിലുള്ള മോണോലോഗുകൾ പല സിനിമകളിലും പലതരത്തിൽ കേട്ടിട്ടുണ്ടെങ്കിലും അതിലേക്ക് വരുമ്പോൾ ആ ഇമോഷൻസ് ഇപ്പോഴും നമ്മൾ ഇൻസ്റ്റഗ്രാമിലേക്ക് റീലായിട്ട് അതിങ്ങനെ ഒരുപാട് വരും. അപ്പോൾ നമ്മൾ ആ നാഥൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോകും. മേ ബി ആ ദീപ്തിയുടെ പെയിനിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോകും. സാറിന് ആളിത് ചെയ്ത് കേൾക്കുമ്പോഴേ, സാർ മനസ്സിൽ കണ്ട് എഴുതി സാർ തന്നെ പറഞ്ഞ ഒക്കെ ഒരു സാധനം ഉണ്ടാവുമല്ലോ, ഇത് പുള്ളിയുടെ നിന്ന് ചെയ്ത് കേൾക്കുമ്പോൾ ഉണ്ടായിട്ടുള്ളൊരു അനുഭവം എന്തായിരുന്നു? അല്ല, നമ്മൾ എപ്പോഴും ഒരു ആക്ടർക്ക് അയാളുടേതായ രീതിയിലുള്ളൊരു ഇൻ്റർപ്രിട്ടേഷനുള്ള സ്പേസ് ഉണ്ടാവണമല്ലോ. അപ്പോൾ അത് മാറ്റങ്ങളതിലുണ്ടാവാറുണ്ട്. ഞാനെപ്പോഴും ആക്ടേഴ്സിനെ പ്രേരിപ്പിക്കുക, ആ സംഭാഷണം അവർ ഇൻ റിയൽ ലൈഫ് പറയുമായിരുന്നെങ്കിൽ എങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യും. കാരണം ഞാൻ പറയുന്ന വാചക ഘടനയായിരിക്കില്ല വേറൊരു മനുഷ്യനത് ഉപയോഗിക്കുന്നത്. സോ ഐ വുഡ് വെൽക്കം ദം ടു ഡു ദാറ്റ്. പക്ഷേ ചിലപ്പോൾ നമ്മളുടെ ചില പ്രത്യേക ഡീറ്റെയിലിങ്ങിൽ നിന്ന് മാറിപ്പോവുകയാണെങ്കിൽ ഞാനത് കൺട്രോൾ ചെയ്യുന്നല്ലാതെ. സോ ഐ എൻകറേജ് ദം ടു മേക്ക് ഇറ്റ് ദെയർ ഓൺ. അങ്ങനെ മമ്മൂക്ക അതിൽ ധാരാളം സ്വന്തമാക്കിയിട്ടുണ്ടത്, ആ ലൈൻസിൻ്റെ കാര്യങ്ങൾ. അതൊക്കെ ഒരു ആക്ടറുടെ ഒരു ഉജ്ജ്വലമായിട്ടുള്ള ക്രിയേറ്റീവ് പ്രോസസ്സിൻ്റെ ഒരു മൊമെൻറ്റ്സ് ആയിരുന്നു അത്. ഞാൻ വായിച്ചും ഈ പലരുടെയും അഭിമുഖത്തിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ട്, പുറത്ത് ഹോളിവുഡിലൊക്കെ ആക്ടേഴ്സ് അവർ നല്ല പെർഫോമൻസ് കഴിഞ്ഞാൽ അടുത്തത് അവരെങ്ങനെ കൂടുതൽ നന്നാക്കാം, എങ്ങനെ മാറ്റാം, അല്ലെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ ബെറ്റർ ആകാം എന്ന ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വർക്ക് ചെയ്യാറുണ്ടെന്ന്. പക്ഷേ ഇവിടെ നമ്മൾ ഒരാൾ സ്റ്റാറായി അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാറായി എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇനി അവർ ചെയ്യുന്നതാണ് അഭിനയം എന്ന രീതിയിലേക്ക് പോകുന്നുണ്ടെന്ന് അങ്ങനെ തോന്നാറുണ്ടോ സാറിന്? അതിൽ നിന്ന് കുറേ മാറ്റം വന്നില്ലേ ഇപ്പോൾ? ഈ അടുത്ത കാലത്തെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട് കഥാപാത്ര രചനയുടെ കാര്യത്തിലായാലും സംവിധായകരുടെ അപ്രോച്ചിൻ്റെ കാര്യത്തിലായാലും ഈവൻ നടന്മാർ റോൾസിനെ സമീപിക്കുന്ന കാര്യത്തിലായാലും വളരെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറയുന്ന എല്ലാ സിനിമകളും അങ്ങനെയാണെന്നല്ല, ഒരു അന്തസാരശൂന്യമായിട്ടുള്ള സിനിമകളുണ്ട്, കഥാപാത്രങ്ങളുണ്ട്, അതൊരു ഭാഗത്ത് നടക്കുന്നു. പക്ഷേ ഡെഫിനറ്റ്ലി ഒരു സ്റ്റീരിയോടിപ്പിക്കൽ അല്ലാത്ത നടപ്പ് സമ്പ്രദായങ്ങളിൽ വീണു പോകാത്ത ഒരുപാട് കഥാപാത്രങ്ങളും ആക്ടേഴ്സും ഉണ്ട്. സോ പിന്നെ അവരുടെ ജീവിതാനുഭവങ്ങളാണ് അതിനെ എൻറിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ നാഥൻ പോലുള്ളൊരു കഥാപാത്രം, ശ്രീ മമ്മൂട്ടി പോലുള്ളൊരു സീനിയർ ആക്ടറുടെ ജീവിതാനുഭവങ്ങളുടെ ഒരു ആഴത്തിൽ നിന്നും ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിലുള്ള പരിചയത്തിൻ്റെ ഒരു കനത്തിൽ നിന്നൊക്കെ എന്നെ വരാൻ പറ്റുള്ളൂ. അല്ലാതെ ന്യൂ പേഴ്സൺ കനോട്ട് ആക്ട് ദാറ്റ്. ആ ഒരു ഇൻഹെറൻ്റ് ആയിട്ടുള്ളൊരു പവർ അതിനകത്തുണ്ട്. അത് വളരെ സട്ടിലാണ്. അതൊരു ഒരു ലിവ്ഡ് എക്സ്പീരിയൻസ് ഉള്ളൊരു മനുഷ്യർക്ക് അതാണ് നേരത്തെ പറഞ്ഞ പോലെ. പുറമേയൊക്കെ അവർ ധാരാളം സമയം കണ്ടെത്തി യാത്ര ചെയ്യാനും മറ്റനുഭവങ്ങൾ ഉണ്ടാക്കാനും വായിക്കാനും ഒക്കെ ഇത് ചെയ്യുന്നുണ്ട്. ഒരു ആക്ടറുടെ ഒരു ഇന്നർ ഇവല്യൂഷൻ അത് വളരെ പ്രധാനമാണ്. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇതെല്ലാം സൂപ്പർഫിഷ്യലാണ്, ലുക്കിംഗ് ഗുഡ് ഈസ് ഇനഫ് എന്നുള്ളത്. അതല്ലല്ലോ. നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ഒരു എഴുത്തുകാരനെ പോലെ, ഒരു സംവിധായകനെ പോലെ ഉള്ളിലുണ്ടാവേണ്ട ഒരു
ഒരു എവല്യൂഷൻ ഉണ്ട്. അതിന് സിനിമയിലെ കലാകാരൻ സ്വയം വഴി കണ്ടെത്തുക തന്നെ വേണം. ബാക്ക് ടു ബാക്ക് അഭിനയിച്ചുകൊണ്ടിരുന്നത് ഞാൻ ചിലപ്പോൾ അതുണ്ടാവില്ല. അവർ വെറുതെ ഒരു ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് ഡയറക്റ്റ് പറയുന്നത് മാത്രം ചെയ്യുന്ന ഒരാളായി മാറും. ഒരേ കടലിൽ ആലോചിക്കുമ്പോൾ ആദ്യം തന്നെ മമ്മൂട്ടിയായിരുന്നോ മനസ്സിൽ? അതെ, അതങ്ങനെ ആയിരുന്നു. ആ കഥാപാത്രത്തിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. ഈ ആർട്ടിസ്റ്റ് ഇറങ്ങിയ സമയത്താണെന്ന് തോന്നുന്നു സാറ് പറഞ്ഞിട്ടുണ്ട്, അതായത് ഇപ്പം നമ്മൾ പറയുന്ന ഈ കൊമേഴ്ഷ്യൽ സിനിമകളിൽ ഒരുപാട് ക്ലീഷകളുണ്ട്, അതുകൊണ്ട് അത് പലപ്പോഴും ബോറടിപ്പിക്കുന്നുണ്ട് എന്ന്. ഇന്നത്തെ കാലത്ത് മലയാള സിനിമയുടെ ഒരു പോക്കിൽ സാറിന് അതെങ്ങനെയാണ് ഫാസിനേറ്റ് ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു കുറേം കൂടി എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു പീരീഡിലൂടെയാണ് മലയാള സിനിമ കടന്നു പോകുന്നത്. കുറേം കൂടി വ്യത്യസ്തങ്ങളായിട്ടുള്ള സിനിമകൾ ഉണ്ടാവുന്നുണ്ട്. ഈ വ്യത്യസ്തത എന്ന് വെറുതെ ഉപരിപ്ലവമായിട്ടുള്ള വ്യത്യസ്തതയല്ല, അതിൻ്റെ ആഴത്തിൽ, അതിൻ്റെ കണ്ടൻറ്റിലായാലും അതിൻ്റെ ഫോമിലായാലും ഒക്കെ മാറ്റങ്ങളുണ്ട്. നമ്മൾ മെയിൻ സ്ട്രീം സിനിമ സമൂഹത്തെ കാണുന്ന രീതിയിലും ചിത്രീകരിക്കുന്ന രീതിയിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പല രീതിയിലുള്ള സ്റ്റീരിയോ ടൈപ്പുകളെയും പൊളിച്ചു കളഞ്ഞിട്ടുണ്ട്. ഹീറോ എന്നുള്ള സങ്കല്പത്തിന് തന്നെ ധാരാളം മാറ്റം വന്നിരിക്കുന്നു. ഈ പറഞ്ഞ പോലെ ഒരു സോ കോൾഡ് ഒരു മൊറാലിറ്റിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഒരു കൺസർവേറ്റീവായിട്ടുള്ളൊരു ഒരുതരം ചിന്താഗതിയുണ്ട്. മോറലിസ്റ്റിക് ആയ ചിന്താഗതിയിൽ നിന്നൊക്കെ മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സർവോത്തമനായിട്ടുള്ളൊരു നായകൻ, എല്ലാ തിന്മകളുടെയും വിളനിലമായിട്ടുള്ളൊരു വില്ലൻ, അങ്ങനെയൊന്നും ഇല്ലെന്നും, അതൊക്കെയാണ് മോഡേണിറ്റിയുടെ ഏറ്റവും നല്ല ലക്ഷണങ്ങൾ. ആധുനിക കലയുടെ ഏറ്റവും നല്ലത് മനുഷ്യനെ അവൻ്റെ കോംപ്ലക്സിറ്റിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതെല്ലാം മലയാള സിനിമയിൽ ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് വലിയൊരു അളവിൽ. സോ അതുകൊണ്ട് ഒരു ശുഭകരമായ വളർച്ച തന്നെയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഇപ്പോൾ വരുന്ന പുതിയ ശ്രമങ്ങളും ഒരു ട്രെൻഡായി മാറുകയും അതൊരു സ്റ്റീരിയോ ടൈപ്പ് പാറ്റേണായി മാറുകയും അതിനെ പലരും റിപ്പീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രവണതയും ഇല്ലെന്ന് പറഞ്ഞുകൂടാ. അതൊരു അപകടമാണ്. ഓരോ ഫിലിം മേക്കറും അവരവരുടേതായിട്ടുള്ളൊരു ട്രൂത്തിനെ അവരെങ്ങനെ ജീവിതത്തെ എങ്ങനെ കാണുന്നതെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടതുണ്ട്. നോട്ട് ടു ഫോളോ സം അതർ മോഡൽ. സോ അങ്ങനെയുള്ള ചാലഞ്ചസ് ഉണ്ടെങ്കിലും ഐ തിങ്ക് ഒരു 15-20 വർഷം മുമ്പിലുള്ള മലയാള സിനിമയെക്കാളും എത്രയോ മടങ്ങ് ശുഭകരമായിട്ടുള്ളൊരു ഡെവലപ്മെൻ്റ് നമ്മളിപ്പോൾ കാണുന്നത്. സാറിനെ സംബന്ധിച്ച് സാർ ഇങ്ങനെ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് നോക്കി കാണുന്ന ഏതെങ്കിലും ഡയറക്ടേഴ്സോ സിനിമകളോ കണ്ടതിലുണ്ടോ? മലയാളത്തിൽ ധാരാളം പുതിയ ആൾക്കാരിൽ ധാരാളം പേര് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സ് ഉണ്ട്. ലിജോ തീർച്ചയായും നല്ലൊരു ഫിലിം മേക്കറാണ്. ആഷിഖ് അബു ഇപ്പോഴും എന്നെ സംബന്ധിച്ചോളം ഞാൻ ശ്രദ്ധിക്കുന്ന പ്രതീക്ഷയുള്ള ഒരു സംവിധായകനാണ്. അങ്ങനെ പുതിയ ഫിലിം മേക്കേഴ്സിൽ ധാരാളം പേരുണ്ട്. പക്ഷേ ഒരു പ്രത്യേക ഒരു ഫോർമലൈക് മിക്സ് അതിൻ്റെ കൂടെ ഇങ്ങനെ വരുന്നുണ്ട്. ഒരു ഹ്യൂമറും വയലൻസും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു പ്രത്യേക ഒരു തരം മിക്സും ഇതിൻ്റെ കൂടെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അത് മാത്രമായി ഈ ഇത്തരം സിനിമകളുടെ ഒരു മുഖമുദ്ര മാറുന്നത് ദുഃഖകരമാണ്. എല്ലാ തരത്തിലുള്ള വോയിസും ഉണ്ടാവണം. ഇപ്പോൾ ഉള്ളൊഴുക്ക് എന്നുള്ള സിനിമ അതൊരു വേറൊരു ദിശയിലുള്ളൊരു സഞ്ചാരമായിട്ട് എനിക്ക് തോന്നി. കുറച്ചുകൂടി ഡീപ്പറായിട്ടുള്ള, കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള ചില ഹ്യൂമൻ ഇമോഷൻസ്, സോഷ്യൽ കോൺഫിഗറേഷൻസ്, അതിനെപ്പറ്റിയൊക്കെ പറയാൻ ശ്രമിക്കുന്ന കഥകളും ഉണ്ടാവണം. അങ്ങനെയുള്ള കഥകളും ഉണ്ടാവണം. വ്യത്യസ്തങ്ങളായിട്ടുള്ള ആശയങ്ങളും പ്രമേയങ്ങളും ശൈലികളും ഉണ്ടാവട്ടെ, അതാണ് പ്രധാനം. ഈ ഇമോഷൻസാണ് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയ ഒരു കാര്യം എന്നുള്ളത് സാറ് ഏറ്റവും വിദഗ്ധമായി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന അതായിരുന്നു. അങ്ങനെ എടുക്കുമ്പോൾ തന്നെ അതിൽ അങ്ങനെ അത്ഭുതപ്പെടുത്തിയ സിനിമയാണ് അരികെ എന്നുള്ള സിനിമ. ആ സിനിമ എഴുതിയ ക്രാക്ക് ചെയ്യുന്ന മൊമെൻ്റ് ഉണ്ടല്ലോ, അതായത് ഒന്നും പാളാൻ പാടില്ല, നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല കഥാപാത്രത്തെ, എന്തുകൊണ്ട് അവസാനം ആ സുഹൃത്തിനോട് അങ്ങനെ പറയുന്നു എന്നുള്ളതൊക്കെ അവിടെ എഴുത്തിലൊരു ചാലഞ്ച് ആയി തോന്നാറുണ്ടോ? അല്ലെങ്കിൽ സാർ നാച്ചുറലി ആ ഫ്ലോ ചെയ്യാണോ? എങ്ങനെയത്? അതും എഗൈൻ സുനിൽ ഗംഗോപാധ്യായയുടെ ഒരു നീണ്ട കഥയെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം അതിലും എനിക്ക് സംഭാഷണങ്ങൾ വളരെ പ്രധാനമാണ്. അതൊരു വളരെ എന്നെ സംബന്ധിച്ചുള്ള സിനിമാറ്റിക് വിഷ്വൽ തന്നെയാണത്. കാരണം മനുഷ്യർ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത് വാച്ച് ചെയ്യാൻ ഭയങ്കര രസമാണ്. അവർ എന്താണ് പറയാൻ ശ്രമിക്കുന്നത്, എങ്ങനെ പറയാൻ, കാരണം ഇൻഎക്സ്പ്രസിബിളായിട്ടുള്ള കാര്യമാണ് അവർ പറയാൻ ശ്രമിക്കുന്നത്. അപ്പം അതിൽ തന്നെ ഒരു എന്താണ് യഥാർത്ഥത്തിൽ സ്നേഹം എന്നുള്ളതിനെ വ്യാഖ്യാനിക്കാനാണ് ശ്രമിക്കുന്നത് അവരറിയാതെ. വാട്ട് ഈസ് ട്രൂ ലവ് എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നല്ല സംഭാഷണങ്ങൾ എന്ന് വെച്ചാൽ ധ്വന്യാത്മകമായിട്ടുള്ള സംഭാഷണങ്ങൾ, ഇതിനൊക്കെ വേണ്ടി നോവലിലെ കണ്ടൻറ്റിനെ പലപ്പോഴും നമ്മൾ നന്നായി ഉപയോഗിക്കാറുണ്ട്.
പക്ഷേ സിനിമയുടെ ഒരു സ്ട്രക്ചർ വെച്ചിട്ടും സിനിമയുടെ ഒരു പ്രത്യേക ആഖ്യാന രീതി വെച്ചിട്ടും ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകാറുമുണ്ട്. അരികയുടെ അവസാനത്തെ ആ ഒരു എപ്പിലോഗിനെ പറ്റി പറയുകയാണെങ്കിൽ അത് എന്നെ സംബന്ധിച്ചുള്ള അത് കുറേ കൂടി നന്നാക്കാമായിരുന്നു എനിക്ക് തോന്നുന്നു. അത് നോവലിൽ അത് ഇവർ തമ്മിൽ പിരിഞ്ഞ ശേഷം ഒരു വർഷത്തിന് ശേഷം അവർ വേറൊരു നഗരത്തിൽ കാണുകയാണ്. ഈ സുഹൃത്ത് ശന്തനുവും അനുരാധയും. അപ്പോഴാണ് സംഭവിക്കുന്നത്. പക്ഷെ ഞാൻ സിനിമയിൽ ആ ഒരു ടൈം ഗ്യാപ്പിനെ പറ്റിയിട്ടുള്ളൊരു അങ്ങനെ ഒരു ടൈറ്റിൽ അതിൽ കൊടുത്തിട്ടില്ല. ഞാനത് അവോയ്ഡ് ചെയ്തതാണ്. അതൊരു സ്റ്റീരിയോ ടൈപ്പ് പരിപാടിയാണല്ലോ എന്ന് വെച്ചുകൊണ്ട്. പക്ഷേ അത് കൊടുക്കണമായിരുന്നു എനിക്ക് തോന്നുന്നു. അരികെ ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ പലരും വിയോജിപ്പ് പറഞ്ഞത്, അല്ലെങ്കിൽ അവർക്കത് ബോധ്യപ്പെടാതെ പോയിട്ടുള്ളൊരു സാധനം ഈ അനുരാധയിലും ശന്തനുവിലും ഉണ്ടായിട്ടുള്ള ട്രാൻസ്ഫർമേഷൻ്റെ ഒരു ഇമ്മീഡിയസിയാണ്. അത് കുറച്ച് സഡൻ ആയത്, വിച്ച് ഈസ് ട്രൂ. കാരണം ഒറിജിനൽ കഥയിൽ അങ്ങനെയല്ല, കുറച്ച് സമയത്തിന് ശേഷമാണ് സംഭവിക്കുന്നത്. അത് ഞാൻ ചെയ്യണമായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള അത് എൻ്റെ കയ്യിൽ നിന്ന് പോയല്ലോ എന്ന് എനിക്ക് തോന്നിയത്. വളരെ ക്രൂഷ്യലായിട്ടുള്ള മൊമെൻ്റ് ആണത്. കാരണം ക്ലൈമാക്സ് ആണ്, ഓൾമോസ്റ്റ് ക്ലൈമാക്സിൻ്റെ. അപ്പോൾ ചിലപ്പോൾ അത് ശരിയാവും. പക്ഷേ എനിക്കത് ഒട്ടും തോന്നിയില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് എല്ലാം പെട്ടെന്നാണ്. ആയിരിക്കാം, പറയാൻ പറ്റില്ല. അത് കാരണം രണ്ടുപേരും കുറച്ച് മെച്ചുവേർഡായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർക്കത് അങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ നേരത്തെ എക്സ്പ്രസ് ചെയ്യാമായി. ഐ ഡോണ്ട് നോ, ഐ തിങ്ക് അത് കുറച്ച് സഡൻ ആയിപ്പോയി എന്നെനിക്ക് തോന്നുന്നു. വാട്ട് ഐ ഹോപ്ഡ് ആസ് നാച്ചുറലി എ ഫ്ലോ ഫ്രം ദ പ്രീവിയസ് സീൻ. ഇപ്പം എനിക്കത് കാണുമ്പോൾ അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ അത് വാസ്തവത്തിലൊരു സ്പേസ് കൊടുക്കണമായിരുന്നു, എസ്റ്റാബ്ലിഷ് ചെയ്യണമായിരുന്നു എനിക്ക് തോന്നുന്നു. അതുപോലെ സമൃദ്ധ ചെയ്ത കഥാപാത്രത്തിലെ എന്തുകൊണ്ട് ആ ആക്സിഡന്റിന് ശേഷം എന്തുകൊണ്ട് അവൾ ദിലീപിനെ കാണാൻ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ കാണണ്ടെന്ന് പറയുന്നു എന്നുള്ളത് ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആണ്. പിന്നെ ഒരു രണ്ടാമത്തെ വാച്ചിലാണ് എനിക്ക് മനസ്സിലായത് ചിലപ്പം അത്രയും സുന്ദരിയാണ് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയും പിന്നെ അവരുടെ ഒരു വൈരൂപ്യം, ഒരു തരത്തിലുള്ള ഒരു വൈരൂപ്യം അയാൾ കാണണ്ട, അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ പല വായനകളുണ്ടാവുമല്ലോ. സാറിൻ്റെ സിനിമ കണ്ട് സാർ വിചാരിക്കുന്ന രീതിയിലല്ലാത്ത ഇത്തരം ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ടാവാറില്ലേ? ഒന്നിലധികം കാരണങ്ങളുണ്ടാവാം. ചിലപ്പോൾ പ്രത്യേകിച്ചൊരു കാരണമില്ലായിരിക്കും. ജീവിതം അങ്ങനെയാണ്. അതെ അതെ. ആ കോംപ്ലക്സിറ്റിയും ആ വേഗ്നെസ്സും ആ ഒരു നേരത്തെ പറഞ്ഞ ആ ഒരു ഇൻഎക്സ്പ്രസിബിലിറ്റിയും ഒക്കെ അതിലുണ്ട്. കൽപ്പന ഒരു വളരെ കപ്രിഷ്യസ് ആയിട്ടുള്ള ചാടി പോകുന്നൊരു കുട്ടിയാണെന്നുള്ളത് നമ്മൾ നേരത്തെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു കുട്ടിയായിരിക്കാം. അവളുടെ ജീവിതത്തിലുള്ള എടുത്തൊരു ഡിസിഷനാണത്. അതിന് പ്രത്യേകിച്ചൊരു കാരണമൊന്നും ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ പല വ്യാഖ്യാനങ്ങൾ ജീവിതത്തിലെ സന്ദർഭങ്ങളോട് നമ്മൾ മനുഷ്യർക്കുണ്ടാവാറുണ്ട്. അതുതന്നെയാണ് കലയിൽ ഉണ്ടാവേണ്ടത് എനിക്ക് തോന്നുന്നു. നമ്മൾ വളരെ ഡിഫൈൻഡ് ആയിട്ട് ഒരു പ്രത്യേക ബോക്സിലേക്ക് മാത്രം അവർ ഇടേണ്ട കാര്യമില്ല. ഇറ്റ് ക്യാൻ ബി എൻ ഓപ്പൺ തിങ്. അതെ, പക്ഷെ നമുക്ക് കാരണങ്ങൾ തേടാൻ ഭയങ്കര ഇഷ്ടമാണ്. തീർച്ചയായും. കാരണം നമ്മളുടെ ഒരു എവല്യൂഷണറി ബയോളജിയിൽ നിന്നുണ്ടായിട്ടുള്ള കാര്യമാണ്. നമ്മളുടെ ഒരു സർവൈവൽ സ്കില്ലിൻ്റെ ഭാഗമാണ് നമുക്ക് അതിനുള്ള റാഷണൽ ഉണ്ടാവണം എന്നുള്ളത്. പക്ഷേ ജീവിതത്തിൽ പലപ്പോഴും അതിന് കാരണങ്ങളൊന്നും ഇല്ല. നമ്മളങ്ങനെ പലതുമൊക്കെ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു മേർജ്ഡ് ആയിരിക്കും പല കാര്യങ്ങളുമായിട്ട്. ഇപ്പം നമ്മൾ ഹേജൂഡിൽ നിവിൻ്റെ പറഞ്ഞ പോലെ തന്നെയാണ് അകലയിലേക്ക് വരുമ്പം ഒരു തിൻ ലൈനാന്ന് തോന്നാറുണ്ട് റോസിൻ്റെ പെർഫോമൻസ്. അവർ പക്ഷെ അത് മനോഹരമായിട്ട് ചെയ്തു, ഗീതു മോഹൻദാസ് സാർ. അതും ഒരു നോവലിനെ ആസ്പദമാക്കി സാർ ചെയ്തു. പക്ഷേ സാറിനൊരു ബ്രീഫ് ഉണ്ടല്ലോ, ഗീതുവിൻ്റെ കഥാപാത്രത്തിന് കൊടുക്കുന്ന ഒരു ബ്രീഫ്. അവർക്ക് ഒരുപാട് ലേയേഴ്സ് ഉണ്ടല്ലോ. പ്രത്യേകിച്ച് ആ ഫ്രെഡി വാൻസ് ഡിന്നർ കഴിക്കാൻ വന്നിട്ട് പോകുമ്പോൾ അവരെ തകർന്നു പോകുന്ന ആ സീൻ ഉണ്ടല്ലോ, അത് ഞാൻ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കണ്ടിട്ട് ആദ്യം കാണുമ്പോൾ വേദനിക്കുന്ന പോലെ വേദനിക്കും. എനിക്ക് അതാണ് ആ സീൻ്റെ മാജിക്. ആ ഗീതുവിന് കൊടുക്കുന്നൊരു ബ്രീഫ് എന്തായിരുന്നു? I should owe it to the brilliance of Tennessee Williams, പ്ലേയുടെ റൈറ്ററുടെ കഥാപാത്ര സങ്കല്പത്തെയാണ്. പിന്നെ ഗ്ലാസ്മാൻ അകലേക്ക് ധാരാളം റിഹേഴ്സൽ ഉണ്ടായിരുന്ന ഒന്നാണ്. അപ്പോൾ ആ ഗീതുവിൻ്റെ നടത്തത്തിൻ്റെ രീതി, അവളുടെ ബിഹേവിയർ പാറ്റേൺ, അതെല്ലാം നേരത്തെ നമ്മൾ നല്ലപോലെ വർക്കൗട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരു ബ്രീഫ് എന്നുള്ള രീതിയിലുള്ള കഥാപാത്രത്തെ നല്ലപോലെ മനസ്സിലാക്കാനുള്ളൊരു ഇൻ്റലിജൻസ് ഉള്ള ആക്ടറാണ് ഗീതു. അങ്ങനെയാണത് വന്നത്. ആ ഒരൊറ്റ മൊമെൻറ്റിലേക്കുള്ള ബ്രീഫല്ല, അത് ഓവറോൾ ആയിട്ടുള്ള കഥാപാത്രത്തിൻ്റെ ഒരു പ്രോസസ്സാണ്. ഈ ഗീതു പെർഫോം ചെയ്ത് കാണുമ്പോഴേ നിങ്ങൾ തമ്മിലൊരു കോൺവെർസേഷൻ എങ്ങനെയാണ്? അപ്പോൾ ഗീതുവിനൊരു ഡൗട്ട് ഉണ്ടാവാറുണ്ടോ? കാരണം തീർച്ചയായും. കാരണം എന്തൊക്കെയാണെങ്കിലും ഒരു സംവിധായകൻ്റെ മനസ്സിലൂടെയാണല്ലോ കഥാപാത്രത്തിൻ്റെ ഒരു ബിഹേവിയറൊക്കെ ഉണ്ടാവുന്നത്.
അപ്പോൾ അത് ഒന്നേന്ന് എന്ന് വെച്ചാൽ ആ കഥാപാത്രം എങ്ങനെ നടക്കും, എങ്ങനെ ഇരിക്കും, എങ്ങനെ ചിരിക്കും, എങ്ങനെ ആ ഒരു ആക്ടിവിറ്റി ലെവലിൽ നിന്ന് തുടങ്ങുന്നു ഓരോ ഡയലോഗും. പിന്നെ അതിലെ ഡയലോഗുകൾ കുറച്ചുകൂടി ഒരു പ്രത്യേകതയുള്ളത് അതൊരു ഡയലോഗ് ബേസ്ഡ് ആണ് കുറേയും കൂടി. കാരണം ഒരു നാടകത്തിനെ ബേസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഒരു ഒറ്റ ലൊക്കേഷനിൽ നിന്നുകൊണ്ടൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു എക്സ്പ്രഷൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ സ്വന്തമാക്കി മാറേണ്ട ഒരു പ്രോസസ്സുണ്ട്. ഗീതു ഈ സിറ്റുവേഷനിലാണെങ്കിൽ അത് ആ ഭാഗം എങ്ങനെ പറയും, എങ്ങനെ എക്സ്പ്രസ് ചെയ്യും എന്നുള്ളത് കണ്ടെത്തേണ്ട ഒരു കാര്യമുണ്ട്. ഇതൊക്കെ റിഹേഴ്സലിലൂടെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. ബട്ട് അതർവൈസ് അത്രയൊന്നും ബുദ്ധിമുട്ടൊന്നും വന്നില്ല. ഗീതുവിന് അത് നാച്ചുറലി മനസ്സിലാവുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഈ സാറിൻ്റെ ക്യാരക്ടേഴ്സിൽ പെർഫോം ചെയ്ത് കണ്ട് സാർ വിസ്മയിച്ചൊരു കഥാപാത്രം ഏതായിരിക്കും? ഒറ്റ എണ്ണം പറയാൻ പറഞ്ഞതായിരിക്കും. ബുദ്ധിമുട്ടാണ്. എല്ലാ ആക്ടേഴ്സും എന്നെ വളരെയധികം എക്സൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത റീസെൻ്റായിട്ട് എനിക്ക് തോന്നുന്നു പാർവതിയുടെ കാഴ്ചയിൽ എത്രമാത്രം ഒരു ഡെപ്ത്ത് പാർവതിയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത്. അതിൽ ഒന്ന് രണ്ട് സമയത്ത് ഞാൻ എപ്പോഴും എഡിറ്റിംഗ് സമയത്താണ് ഞാൻ അവരുടെ പെർഫോമൻസിൻ്റെ ചില നുവാൻസസ് അതിലൊരു സന്ദർഭത്തിൽ ഈ നരേൻ എന്തിനാണ് അമ്മയ്ക്ക് കാശ് അയക്കുന്നതെന്ന് ചോദിക്കുന്നൊരു അവളുടെ പ്രൈഡ് ഹേർട്ട് ചെയ്യുന്നൊരു സന്ദർഭമുണ്ട്. ഒരു ചെറിയൊരു ഈ നമ്മളുടെ ഈ ആഡംസ് ആപ്പിൾ മൂവ് ചെയ്യുന്നതിൻ്റെ ഒരു ഇതും അവളുടെ നോട്ടത്തിലുണ്ടാകുന്നൊരു വ്യത്യാസവും എന്തുമാത്രം അതിനെ ഇമോഷണലി ഡീപ്പായിട്ട് ആ കഥാപാത്രം എങ്ങനെ അനുഭവിച്ചോ അതുപോലെ ആ ആക്ടർ അത് അനുഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് അപ്പം മനസ്സിലാവും. ഓണസ്റ്റി ഓഫ് ദാറ്റ്, ഓതൻറ്റിസിറ്റി ഓഫ് ഇറ്റ് വാസ് സോ ടച്ചിങ്. പാർവതി അത് ഗംഭീരമായി ചെയ്തത്. ഞാൻ അതിൽ കൂടുതൽ ഡയറക്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, വളരെ അധികം ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് ഓൺ ലൊക്കേഷനിൽ ഞാൻ ഇന്നതാണ് അതിലൊരു ആക്ടിവിറ്റി ഞാൻ പറഞ്ഞു കൊടുത്തു എന്നല്ലാതെ അപ്പോഴൊന്നും കൂടുതൽ ചെയ്തിട്ടില്ല. ബട്ട് ദ വേ ഷീ ഹാഡ് ബ്രോട്ട് ഇറ്റ് ഔട്ട് അമേസിംഗ്. ഈ പലപ്പോഴും നമ്മൾ ഒരുപാട് വായിച്ചാൽ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള നോവലുകളൊക്കെ അതിൻ്റെ ഒരു സിനിമാറ്റിക് അഡാപ്റ്റേഷൻ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നമ്മളെ അത് സാറ്റിസ്ഫൈ ചെയ്യില്ല. പക്ഷേ അഗ്നിസാക്ഷി എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് വട്ടം വായിച്ചിട്ടുണ്ട്. പക്ഷെ ആ സിനിമ കാണുമ്പോൾ അതൊരു പുതിയ അനുഭവമാണ്. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് സാർ എങ്ങനെയാണ് ഇത്ര മനോഹരമായിട്ട് ഒരു ലിറ്റററി വർക്കിനെ സിനിമയിലേക്ക് അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളത്. ആ ഒരു പ്രോസസ്സ് എവിടെയാണ് തുടങ്ങുന്നത്? ഒന്ന് ആ പുസ്തകം വായിക്കുകയും ആ കഥ നമ്മൾ മനസ്സിലേക്ക് എടുക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ടല്ലോ, അത് നമ്മളുടെ ഒരു കഥയാണെന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷനിലാണ്. അത് എൻ്റെ കഥയാണത്, എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കഥയാണ്, അല്ലെങ്കിൽ എനിക്കറിയാവുന്ന എത്രയോ പേരുടെ ഒരു കഥയാണ് എന്നുള്ളൊരു ജീവിതത്തിൻ്റെ സത്യവുമായിട്ട് അതിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ then it becomes your story. It is not, you are not adapting someone else's story. ആ ഒരു ഐഡൻറ്റിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. പിന്നെ ഡെഫിനറ്റ്ലി ദർ വിൽ ബി ഷിഫ്റ്റ് ഓഫ് ഫോക്കസ് ഫ്രം ദ നോവൽ. ലളിതാംബി അന്തർജനം എഴുതിയ ഒരു ടെക്സ്റ്റിനെ ഒരു 2 ഡെക്കേഡ് മുമ്പ് വായിച്ച ഒരാളുടെ അനുഭവം ആയിരിക്കില്ല ഞാൻ വായിക്കുമ്പോൾ ഉണ്ടാവുന്നത്. ഇന്നത്തെ ഒരു പുതിയ വിദ്യാർത്ഥി അത് വായിക്കുമ്പോൾ അതായിരിക്കില്ല ഉണ്ടാവുന്നത്. കാരണം ഏറ്റവും പുതിയൊരു ജീവിത സന്ദർഭത്തിൽ നിന്നുകൊണ്ടാണ് അയാളത് വായിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു റീഇൻറ്റർപ്രിട്ടേഷൻ നടക്കുന്നുണ്ട്. ഐ തിങ്ക് മോർ ഇമ്പോർട്ടൻ്റ് ഈസ് ദാറ്റ് നോവലിനോട് നീതി പുലർത്തുക എന്നുള്ളൊരു ക്ലീഷയോട് കഴിയുന്നതും മനസ്സ് അടിപ്പെടാതിരിക്കുക. നോവലിനോട് നീതി പുലർത്തുക അല്ല വേണ്ടത്. നമ്മൾ നമ്മുടെ മാധ്യമത്തോട് നീതി പുലർത്തുക, നമ്മളുടെ സ്വന്തം സെൽഫിനോട് നീതി പുലർത്തുക. നമ്മളതിൽ കണ്ടത് എന്താണോ, നമുക്കതിൽ വായിച്ചെടുക്കാൻ പറ്റിയ എന്താണോ അതിനോട് നീതി പുലർത്തുക. ആൻഡ് ദെയർബൈ പ്രേക്ഷകരോട് നീതി പുലർത്തുക. വായനക്കാരനോട് നീതി പുലർത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അതിനുള്ള ശ്രമം ഉപേക്ഷിച്ചിട്ട് ഇത് ചെയ്താൽ എനിക്കൊന്ന് കുറച്ചുകൂടി അത് സ്വാഭാവികമായി നടക്കുന്ന കാര്യമാണ്. പിന്നെ ആദ്യത്തെ നമ്മുടെ ഒരു ചോയ്സിൽ ഇത് സിനിമയായിട്ട് മാധ്യമമായി രൂപാന്തരം ചെയ്യാൻ പറ്റുന്നതാണോ എന്നുള്ള തീരുമാനം വളരെ ക്രിട്ടിക്കലായൊരു തീരുമാനമാണ്. അത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞ പോലെ മാധ്യമത്തോട് നമ്മൾ നീതി പുലർത്താൻ ശ്രമിച്ചാൽ മാത്രം മതി. ഈ സാറിൻ്റെ സിനിമകൾ പറയുമ്പോൾ ഒരു സിനിമയും കൂടെ പറയാതെ വയ്യ, അത് ആർട്ടിസ്റ്റ്. ഈ പറഞ്ഞ പോലെ നീല വഞ്ചനയുടെ നിറമാണ് എന്നൊറ്റ വാക്കിൽ അയാൾ പറയുമ്പോൾ ആ നീല കൊടുക്കാൻ ഒരു അത്രയും സ്ട്രഗിളും അവളുടെ സഫറിങ് ഒക്കെ അതിൻ്റെ പിന്നാലെ കിടപ്പുണ്ടായിരുന്നു. അത് ആൻ്റെ പെർഫോമൻസ് ഉണ്ടല്ലോ. ഓക്കെ, ഫഹദ് നമുക്കറിയാം ഫഹദ് അങ്ങനെ പെർഫോം ചെയ്യും. പക്ഷേ ആനെയാണ് ഞാൻ പുതിയതായിട്ട് അവിടെ കണ്ടത്. ആനെ മോൾഡ് ചെയ്തെടുത്ത് എങ്ങനെയാണ്? അല്ല, ഈ പറഞ്ഞ പോലെ ഞാനതിലും വലിയ മോൾഡിംഗ് ഒന്നും നടത്തിയിട്ടില്ല. അത് ആ പാർട്ട് ഈസ് സോ വെൽ റിട്ടൺ, ഇറ്റ്സ് സോ കോംപ്ലെക്സ് ആൻഡ് റിയൽ ആൻഡ് പലർക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന
ജീവിത ഭാവങ്ങളുള്ളൊരു കഥാപാത്രമാണ്. അതുകൊണ്ട് അതിനെ കൺവിൻസ്ഡാക്കി ആനിലേക്ക് അത് കൺവിൻസ് ചെയ്യിപ്പിച്ചു ഞാൻ. കാരണം അതുവരെയുള്ളൊരു നായികാ സങ്കല്പം, ഒരു കാമുകിയുടെ സങ്കല്പം, അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു ഒത്തൻറ്റിക് ആയിട്ടുള്ളൊരു റിയൽ പേഴ്സൺ വിത്ത് ഓൾ കോംപ്ലക്സിറ്റീസ്. ആക്ച്വലി അവനെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. അവൻ്റെ നിസ്സഹായതയെ അവൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. അവളുടെയും അവസ്ഥ അതാണ് കറക്റ്റ്. ഇത്രയും കോംപ്ലക്സ് ആണത്. ആ കോംപ്ലക്സിറ്റിയാണ് ആ കഥാപാത്രത്തെ ഇത്രത്തോളം നമ്മുടെ മനസ്സിനോട് അടുപ്പിക്കുന്നത്. അതിൽ എൻ്റെ പാർട്ട് ഒരു 1/3 ആണ്, ആനിൻ്റെ പാർട്ട് 1/3 ആണ്. കഥാപാത്രത്തിൻ്റെ ഒരു പ്രത്യേകതകളാണ് അതിൽ പ്രധാനപ്പെട്ടത്. ഈ സാർ ഒരു കഥാപാത്രം ഒരു സിനിമ എഴുതുകയാണെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആകുമ്പം ആ ഒരു വാലിഡേഷൻ സാറിൻ്റെ അടുത്ത് നിന്ന് തന്നെയാണോ? അത് ഇതായി കഴിഞ്ഞു, പരുവപ്പെട്ടു, ഇനി ആർട്ടിസ്റ്റിനോട് പറയാം അല്ലെങ്കിൽ സിനിമയാക്കാം എന്നുള്ളൊരു? പല ഘട്ടങ്ങളുണ്ട്. കാരണം സ്ക്രിപ്റ്റ് എന്നുള്ളതൊരു കണ്ടിന്യൂസ് പോളിഷിങ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പുറത്തുള്ള റൈറ്റേഴ്സ് എഴുതുന്നവരുണ്ട്. അപ്പോൾ ഞാൻ അവരുമായി ചേർന്നിട്ടുള്ളൊരു കൊളാബറേഷൻ്റെ ഒരു വലിയ കാലഘട്ടം ഉണ്ടാവും. ചിലപ്പോൾ എഴുത്തിൻ്റെ ഒരു ഘട്ടത്തിൽ മാത്രം എൻട്രി ചെയ്യുന്ന മറ്റെഴുത്തുകാരുടെ കോൺട്രിബ്യൂഷൻസ് അതിലുണ്ടാവാം. എന്നിട്ടും അതിനുശേഷവും ആക്ടേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അതിനകത്തുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടാവും. ലൊക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ നമ്മളതിനെ ചിലപ്പോൾ ആ സീനിനെ ഒന്ന് റീഡിസൈൻ ചെയ്യും, ആ ലൊക്കേഷൻ്റെ ചില പ്രത്യേകതകളനുസരിച്ചിട്ട്. അങ്ങനെയൊക്കെ വരുന്ന മാറ്റങ്ങളാണ്. അല്ലാതെ ആ ഒരു വാലിഡേഷൻ ഇത് ചെയ്യാൻ തീരുമാനിച്ച ദിവസം ഉണ്ടായിട്ടുള്ള വാലിഡേഷൻ. ബട്ട് അത് തീർന്നു എന്നുള്ള തോന്നൽ വാസ്തവത്തിൽ ഷൂട്ടിങ്ങിൻ്റെ ആ സമയം വരെയും, അത് ഫിലിം ചെയ്യുന്ന സമയത്ത്, ഈവൻ ഫിലിം ചെയ്ത ശേഷവും പോസ്റ്റ് പ്രൊഡക്ഷനിൽ എഡിറ്റിംഗ് സമയത്ത് പോലും ആ സീനിൻ്റെ ഓർഡർ മാറുകയും സീനിൻ്റെ ലെങ്ത്തുകൾ മാറുകയും. സോ സ്ക്രിപ്റ്റ് ഈസ് ഒരു കണ്ടിന്യൂസ്ലി ഫോമിങ് ലിവിങ് തിങ്. സാർ കേട്ടുള്ള ക്ലീഷേ ക്വസ്റ്റ്യൻ ആയിരിക്കും, എന്നാൽ ഒരു നോവൽ വായിക്കുമ്പോഴേ ആദ്യം അതിൽ സിനിമയാണോ തരിക? അതിപ്പോൾ അങ്ങനെ ഒരു അപകടം വരുന്നുണ്ട്. അതൊരു ഓക്യുപ്പേഷണൽ ഹസാർഡായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം സിനിമയ്ക്ക് സാധ്യതയില്ലാത്തതും എന്നെ അത്രയൊന്നും അങ്ങ് പിടിച്ചിരുത്താത്തതുമായിട്ടുള്ള പുസ്തകങ്ങൾ, വലിയ പുസ്തകങ്ങളൊക്കെ ആണെങ്കിൽ വായിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ മാറിപ്പോവും. അതൊരു സംഭവമുണ്ട്. സിനിമയുടെ സാധ്യത ഞാൻ അറിയാതെ തിരഞ്ഞു പോകുന്നത്. പക്ഷെ അതല്ലാതെയും ബ്രില്യൻ്റ് ആയിട്ടുള്ള വർക്കുകൾ നമ്മളെപ്പോഴും വായിക്കാറുണ്ടല്ലോ. പണ്ടത്തെ പോലെ തന്നെ വായനാശീലം ഇപ്പോഴുണ്ട്? തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ കിൻഡിലും ഇതൊക്കെ വന്ന ശേഷം ധാരാളം. കാരണം ഒരേ സമയം ഒരു 50 പുസ്തകങ്ങൾ കിൻഡിലുണ്ടാവും. ഇപ്പോൾ മാറി മാറി കഥകളുടെ കളക്ഷൻ ആണെങ്കിൽ ഓരോ കഥ ഒന്ന് ചെക്കോ വായിക്കുകയാണെങ്കിൽ വേറൊരു ദിവസം നമ്മൾ ഫോക്നറായിരിക്കും വായിക്കുന്നത്. അല്ല അങ്ങനെ അത്രയും സുഖമാണ്. ഇപ്പോൾ മലയാളത്തിലെ സാഹിത്യമായിട്ട് ഇപ്പം നിരന്തര ബന്ധമുണ്ട്? തീർച്ചയായും കഴിയുന്നതും ഏറ്റവും പുതിയ എഴുത്തുകാരൊക്കെ ആയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇഷ്ടമുള്ള റൈറ്റർ അങ്ങനെ ഉണ്ടോ? അല്ലെങ്കിൽ ഒരു എനിക്ക് ഹരീഷിൻ്റെ വർക്ക് വളരെ ഇഷ്ടമാണ്. എസ് ഹരീഷിൻ്റെ രചന. വിനോയ് തോമസ് തീർച്ചയായും ബ്രില്യൻ്റ് ആയിട്ട് റൈറ്ററാണ്. പക്ഷേ ഈ അടുത്ത കാലത്ത് ഈ കഥകളൊക്കെ വായിച്ചതിൽ എൻ്റെ ഒരു ഏറ്റവും ഫേവറേറ്റ് അശോകൻ ചെരുവിലാണ്. ഈസ് റിയലി ആൻ അൺഡിസ്കവേർഡ് ജെം, റിയലി സോ ഗുഡ്. തീർച്ചയായും സാറ ജോസഫ് എൻ്റെ ഒരു എപ്പോഴും കാലത്തെയും പ്രിയപ്പെട്ട എഴുത്തുകാരിയാണ്. അങ്ങനെ പലരുണ്ട്. ഇപ്പം എനിക്കെപ്പോഴും തോന്നാറുണ്ട് സാറിന് സങ്കടങ്ങളോട് ഭയങ്കര ഇഷ്ടമാണെന്ന്. കാരണം നമ്മളൊരു സിനിമ ഭയങ്കര എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണല്ലോ കാണുക. പക്ഷേ സാറിൻ്റെ സിനിമകളിലെല്ലാം ഭയങ്കര വിഷാദമാണ്. നമ്മളത് കാണുന്നതും ആ വിഷാദം വീണ്ടും അനുഭവിക്കാൻ വേണ്ടിയാണ്. അതെന്താ അങ്ങനെ? ഈ എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള വാക്കിനെ നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാനുണ്ട് പ്രോപ്പറായിട്ട്. കാരണം എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളത് വെറുതെ ഉപരിതല സ്പർശിയായിട്ടുള്ള ചിരിയും തമാശകളും കയ്യടികളും മാത്രമല്ലല്ലോ. നമ്മളുടെ ഉള്ളിലൊരു എക്സ്പീരിയൻസ്, ഡീപ്പായിട്ടൊരു എക്സ്പീരിയൻസ് തരുന്നതും എൻ്റർടൈൻമെൻ്റ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അറ്റ് ദ സെയിം ടൈം വളരെ തമാശകൾ കാണുന്നതൊക്കെ ഇഷ്ടമുള്ള ആളാണ്. അങ്ങനത്തെ സിനിമകൾ കാണുന്ന, അതിന് വേണ്ടി ഞാൻ തിയേറ്ററിൽ പോയി ബുദ്ധിമുട്ടൊന്നുമില്ല. ടി വിയിലൊക്കെ കാണുകയാണെങ്കിൽ ഐ ക്യാൻ എൻജോയ് എ കോമഡി ഓർ സംതിങ്. പക്ഷേ ഒരു വർത്ത് വയറായിട്ടുള്ളൊരു എക്സ്പീരിയൻസ്, കുറേ കൂടി ആഴത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ചും ഉള്ള കഥകൾ കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെയാണ്. അത് മിക്കവാറും ദേ ആർ ഓൾ ലേസ്ഡ് വിത്ത് എ സർട്ടൻ മെലങ്കോളി. സാഡ്നെസ് എന്നുള്ളതിനേക്കാളൊരു മെലങ്കോളിയാണ് അത്. ഒരു ജീവിതത്തിൻ്റെ ഒരു എന്താ പറയുക, ഡാർക്ക്നെസ് അല്ല, ഒരു പെയിൽ ഗ്രേനെസ്സിനെ പറ്റിയാണ്. അതങ്ങനെയാണ്. പക്ഷെ അങ്ങനെ അല്ലാത്ത സിനിമകളും, വുഡി ആലൻ്റെ സിനിമകൾ, വുഡി ആലൻ ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഡയറക്ടേഴ്സ്. റിലേഷൻഷിപ്പ്. അതെ, പക്ഷേ അതും റിലേഷൻഷിപ്പുകൾക്കകത്തുള്ള ഒരുപാട് കോൺഫ്ലിക്റ്റുകളെ ഹ്യൂമറസായി കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ്.
ബട്ട് അഗൈൻ ദേ ആർ ഡാർക്ക് ഇൻ ദെയർ ഓൺ വേ. എനിക്കറിയില്ല ആ ഒരു പ്രിഡിലക്ഷൻ എങ്ങനെ ഉണ്ടായി എന്നുള്ളത്. ഒരു സൈക്കോ അനാലിസിസിലൂടെ മാത്രമേ അത് പുറത്തു വരുള്ളൂ എന്ന് തോന്നുന്നു. സാർ കാണാൻ ആഗ്രഹിക്കുന്നതും അങ്ങനെ അതെ തന്നെയായിരിക്കും അതെ അല്ലേ? തീർച്ചയായും. ഗിവൻ എ ചോയ്സ്. വുഡി ആലൻ ഈസ് മൈ ഐഡിയൽ. എൻ്റെ കയ്യിൽ വുഡി ആലൻ്റെ എല്ലാ 50 സിനിമകളും എടുത്തിട്ടുണ്ട്. വുഡി ആലൻ 50-ൻ്റെയും കോപ്പി എൻ്റെ കയ്യിലുണ്ട്. അതിങ്ങനെ തിരിച്ചും പറഞ്ഞ് ഞാൻ കണ്ടുകൊണ്ടിരിക്കും. ആനി ഹോൾ, മറ്റേ മിഡ്നൈറ്റ് ഇൻ പാരീസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ മെനി ഫിലിംസ്, സോ മെനി. ഈ എനിക്ക് തോന്നാറുണ്ട് സാർ ഇഷ്ടമുള്ള സിനിമകൾ മാത്രം ചെയ്ത ഒരാളാണ്. അതായത് സാറിന് ഇപ്പം നമ്മൾ പലരും പറയാറുണ്ട് അവർക്ക് ഇഷ്ടമുള്ള സിനിമ വേറെ, പക്ഷേ ഈ കൊമേഴ്ഷ്യൽ ഒരു ആ സോണിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പല കോംപ്രമൈസും ചെയ്തിട്ടും ചിലപ്പോൾ ഇഷ്ടമുള്ള സിനിമ ആയിരിക്കില്ല ചെയ്യാന്ന്. പക്ഷേ സാറിൻ്റെ കേസിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇഷ്ടമുള്ള സിനിമകൾ മാത്രം. അങ്ങനെ ഒരു പ്രിവിലേജ് സാർ പറയാൻ കിട്ടിയിട്ടുണ്ടോ? പറ്റില്ല പൂർണ്ണമായും. ഇപ്പോൾ കല്ല് കൊണ്ടുവരണമെന്നും ഞാൻ ആ ലിസ്റ്റിൽ പെടുത്തില്ല. എന്നാലും അതൊരു തുടക്കം എന്ന രീതിയിൽ വിട്ട് കളഞ്ഞാൽ അതെ അത് അല്ല. പക്ഷേ അത് ഒരു ഇതിൽ ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യം, നമ്മൾ ഒരു സിനിമ നമ്മൾ കമേഴ്ഷ്യലായിട്ട് അല്ലെങ്കിൽ നമ്മൾ മാസിന് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ പണം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത് കളയാം. എന്നിട്ട് അതിനുശേഷം ഞാൻ എൻ്റെ മനസ്സിലുള്ള സിനിമ, അതൊരിക്കലും സംഭവിക്കാൻ പോകാത്ത കാര്യമാണ്. എവർ. അങ്ങനെ ഏതെങ്കിലും യുവ സംവിധായകൻ അത് മനസ്സിൽ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അയാളോട് പറയുന്നത് ദാറ്റ് വിൽ നെവർ ഹാപ്പൻ. ഇഫ് യു പൊല്യൂട്ട് യുവർ സെൽഫ് വിത്ത് ജസ്റ്റ് വൺ, ദാറ്റ്സ് ഇറ്റ്, യു വിൽ നെവർ കം ബാക്ക്. ആ പ്യൂരിറ്റി ഓഫ് ക്രിയേറ്റീവ് പർപ്പസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന സിനിമയെ ഏറ്റവും അധികം ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളെല്ലാം ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ വിശ്വസിക്കാത്തൊരു സാധനം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അത് ഒരിക്കൽ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വരാൻ ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ ചോദിക്കാൻ ഇപ്പോൾ സാർ ചെയ്തപോലെ സിനിമകൾ ചെയ്യാൻ ഒരു ധൈര്യം വേണം. ധൈര്യം ഇൻ ദ സെൻസ് സാർ ഈ പറഞ്ഞ പോലെ ഇഷ്ടമുള്ള സിനിമയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു പക്ഷേ കൊമേഴ്ഷ്യലി ഭയങ്കര ഹിറ്റിലേക്കൊന്നും പോകുന്ന സിനിമകളായിരിക്കില്ല, പക്ഷേ അത്തരം സിനിമകളാണ് നിരന്തരം ചെയ്തുകൊണ്ടിരുന്നത്. അതിനൊരു ഓഡിയൻസ് ഉണ്ടായിരുന്നു താനും. പക്ഷെ ഇന്നത്തെ കാലത്തെ അതിനൊരു സ്പേസ് ഉണ്ട് എന്ന് തോന്നുന്നുണ്ടോ? കാരണം ഇന്ന് ആ സ്പേസ് പഴയ പോലുള്ളൊരു ക്ലിയർ സ്പേസ് അല്ല. കുറച്ചുകൂടി അതൊരു ഫ്യൂസ്ഡ് വിത്ത് സോ മെനി അതർ മീഡിയാസ്. ടെലിവിഷൻ വളരെ പ്രോമിനൻ്റായി. ഇന്നിപ്പോൾ OTT പ്ലാറ്റ്ഫോം പോലുള്ള, അതുപോലെ ഇൻ്റർനെറ്റ്, മറ്റ് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ്, ഇതെല്ലാം ചേർന്നിട്ട് സ്പേസ് കൂടിയിട്ടുണ്ട്. പക്ഷേ ഇത് ക്വാളിറ്റേറ്റീവായിട്ട് അതിലൊരു എൻഹാൻസ്മെൻറ്റ് ഉണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സംശയമാണ്. ഉണ്ടാവേണ്ടതായിരുന്നു, പക്ഷേ അത് ഉണ്ടായെന്ന് പറയാൻ പറ്റില്ല. പറഞ്ഞ സൂപ്പർഫിഷ്യലായിട്ടുള്ള എൻ്റർടൈൻമെൻറ്റിന് കൂടി ധാരാളം സ്പേസ് ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം പ്രദർശനത്തിലേക്ക് എത്തിക്കുന്ന രീതികളിൽ ഒരുപാട് മാറ്റം വന്നു. വളരെയധികം കോർപ്പറേറ്റൈസ് ചെയ്യപ്പെട്ടു. പണ്ടുണ്ടായിരുന്ന പോലുള്ള ഒരു ക്രിയേറ്റീവ് പ്രൊഡ്യൂസർ എന്നുള്ള സങ്കല്പം ഇന്നില്ലാതായി. ഇപ്പോൾ എൻ്റെ ഈ പല സിനിമകളുടെയും ഒരു ശക്തിയായി നിന്നിരുന്നിട്ടുള്ള വിന്ധ്യനെ പോലുള്ള പ്രൊഡ്യൂസർ ഇല്ലാതായത് വലിയൊരു ബലം എനിക്ക് നഷ്ടപ്പെട്ടതാണ്. ആക്ടേഴ്സിൻ്റെ എല്ലാം ഇൻഡസ്ട്രി ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ എല്ലാം മാറിക്കഴിഞ്ഞിരിക്കുന്നു. സോ അത് ഈസിയായെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ പുതിയ ചാലഞ്ചസ് വന്നു, പുതിയ സാധ്യതകളും വന്നിട്ടുണ്ട്. അതെ. ഇപ്പോൾ ഈ OTT പറയുമ്പോൾ തന്നെ ഇപ്പം സാർ ഇപ്പോൾ ടെലിഫിലിമിൽ നിന്നും സീരിയലിൽ നിന്നൊക്കെ പിന്നെ സിനിമയിലേക്ക് വന്ന ആളാണ്. ഇപ്പോൾ OTTക്ക് ശേഷം ഈ ലോങ് ഫോമാറ്റിലുള്ള കണ്ടന്റുകൾ ചെയ്യാനുള്ളൊരു സ്പേസും ഉണ്ടല്ലോ, അതിലേക്ക് തീർച്ചയായും ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1-2 പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സീരീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. ഓക്കെ. എഴുത്ത് നടത്തുന്നുണ്ട്. അതിൻ്റെ സംഭാഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കേണ്ട ഒരു പ്രോജക്റ്റ് ഓൾമോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. പറയാറായിട്ടില്ല. പൊതുവെ സാർ സീരീസ് എനിക്ക് പൊതുവേ ലോങ് ഫോർമാറ്റ് കുറച്ചുകൂടി ഇഷ്ടവും കൂടിയാണ്. കാരണം കുറേയും കൂടി നമുക്ക് കഥാപാത്രങ്ങളെ ഇമോഷനൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. സ്പേസ് ഉണ്ടല്ലോ. തീർച്ചയായും. സാറിൻ്റെ അടുത്ത് പ്രതീക്ഷിക്കാത്തൊരു സിനിമ ഓഫ് സീസൺ ആയിരുന്നു. അത് മനഃപൂർവ്വം അങ്ങനെ സിനിമ ചെയ്യാം എന്ന് വെച്ച് ചെയ്താണോ? ഒരു രസത്തിന് വേണ്ടി ചെയ്തതാ. ഈ 10 മിനിറ്റ് എന്നുള്ള ഫോർമാറ്റ് ആയിരുന്നല്ലോ. 10 മിനിറ്റുള്ള കഥകളാണ് അതിലെല്ലാം. 10-15, എനിക്ക് തോന്നുന്നു നമ്മളുടെ 7 മിനിറ്റൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു. ഐ തിങ്ക് 10 മിനിറ്റ്. അപ്പോൾ അതിനുള്ളിലൊരു ചെറിയൊരു ക്വിക്കി ആയിട്ടുള്ളൊരു രസകരമായൊരു ഇത് ചെയ്യാമെന്നുള്ളൊരു ഐഡിയയിലാണ്. യാത്ര എന്നുള്ളൊരു തീമായിരുന്നു അതിലുണ്ടായിരുന്നത്.
അപ്പോൾ ആ യാത്രയെ പലരും പല രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു 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 സറ്റാരിക്കലായ ഒരു വേർഷനായിട്ട് ചെയ്യാൻ ശ്രമിച്ചു നോക്കിയതാണ്. അപ്പോൾ അതിന് തൊട്ട് മുമ്പാണ് ഋതു ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ജോഷുവ ന്യൂട്ടൺ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഈ ഒരു പ്രോജക്റ്റ് വന്നപ്പോൾ. അപ്പോൾ ഞാനും ജോഷുവും കൂടി ചെയ്തിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നല്ല രസമുള്ള എക്സ്പെരിമെൻ്റ് ആയിരുന്നു. അത് ചെയ്യാൻ കുറച്ച് അല്ല അയ്യോ, അത് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണത്. കാരണം അത് എൻ്റെ ഒരു സ്വകീയമായിട്ടുള്ളൊരു ടോണല്ല അതിനുള്ളത്, വേറൊരു രീതിയിലുള്ളതാണ്. സോ ഇറ്റ് വാസ് ഡിഫിക്കൽട്ട്. ആൻഡ് സ്ക്രിപ്റ്റും കുറച്ച് സ്കെച്ച് ആയിരുന്നു, അത് ഇംപ്രവൈസ് ചെയ്ത് ഉണ്ടാക്കിയതാണ് ഓൺ ലൊക്കേഷൻ. സുരാജ് എനിക്ക് തോന്നുന്ന ഒരു സെൻട്രൽ ക്യാരക്ടറായിട്ടൊക്കെ വരുന്ന ആദ്യത്തെ പിക്ചർ അതായിരിക്കണം. നമ്മൾ അതിൽ ബാക്കി സിനിമകൾ കാണുമ്പം സാറിൻ്റെ സിനിമ വരുന്നു എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും വേറൊരു മൂഡാണല്ലോ പ്രതീക്ഷിക്കുക. പക്ഷെ നേരെ തിരിച്ചിരുന്നൊരു സാധനമായിരുന്നു ഇത്. അതുപോലെ ഇപ്പം അനീസ് സലിമിന്റെ സ്മോൾ ടൗൺ സി, എന്താ അതിന്റെ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് 2022 എനിക്ക് വ്യക്തിപരമായിട്ടുള്ള കുറച്ച് ചലഞ്ചസ് ഉണ്ടായിട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു അത്. എൻ്റെ വൈഫ് വളരെ ഗുരുതരമായിട്ട് അസുഖം ബാധിച്ച് കിടക്കുകയും, അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷനായാലും അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷനും അതിൻ്റെ സ്ക്രീനിങ്ങും എല്ലാം കുറേ തടസ്സങ്ങളതിനുണ്ടായി. ബട്ട് ഇറ്റ് ഈസ് ഡൺ. ആൻഡ് 2-3 ഫിലിം ഫെസ്റ്റിവലുകൾ അത് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് ഒരു OTTക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത്. അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ. ഈ മ്യൂസിക് എന്നുള്ളത് ഇപ്പോൾ ഒരു പാർട്ടാണെന്ന് എനിക്കറിയാം. അവിടെയുള്ളൊരു എക്സ്പ്ലോറേഷൻ എങ്ങനെയാണ്? അത് ഈ സിനിമ പോലെ തന്നെയാണ്. അതൊരു എന്താ പറയുക, മ്യൂസിക്കിനെ കുറിച്ച് മനസ്സിലാക്കാനും മ്യൂസിക്കിൻ്റെ പല ജോണേഴ്സ് സിനിമയായിട്ട് എങ്ങനെയാണ് അതിനെ ബ്ലെൻഡ് ചെയ്യുന്നത്, ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനും ഞാൻ എക്കാലത്തും ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക്, ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സംഗീത സംവിധായകരുമായിട്ട് വളരെയധികം ക്ലോസ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പാട്ടുകൾ ഉണ്ടാക്കുന്നതിൽ വലിയ താല്പര്യമൊന്നും അത്ര ഇല്ലെങ്കിലും എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നതിലൊക്കെ ഒരു 2000-കൾക്ക് ശേഷം ഈ ഡിജിറ്റൽ മ്യൂസിക് പ്രൊഡക്ഷൻ വളരെയധികം പ്രബലമായിട്ട് വന്നപ്പോൾ ഡിജിറ്റൽ മ്യൂസിക് പ്രൊഡക്ഷൻ ഞാൻ സ്വയം പഠിക്കാൻ ശ്രമിച്ചു. കോവിഡ് കാലത്ത് ഞാൻ ശ്രമിച്ചത് അതാണ്, ഈ ഡിജിറ്റൽ മ്യൂസിക് പ്രൊഡക്ഷൻ, മ്യൂസിക് ക്രിയേഷൻ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഒരു പിയാനോ വാങ്ങിച്ചിട്ട് സോഫ്റ്റ്വെയറുകളുടെയും മറ്റ് സഹായത്തോടു കൂടി ഞാൻ ചെയ്തു. അപ്പോൾ കാസിമിൻ്റെ കടലിലൊക്കെ ഞാനാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. സൺഡേയിലും ഞാനാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. അതെ. അപ്പോൾ അത് അങ്ങനെയൊക്കെ ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച്. കാരണം അതൊരു ഫിലിം മേക്കറുടെ, എനിക്ക് തോന്നുന്ന ഒരു തിരക്കഥ എഴുതേണ്ട ഒരു ഫിലിം മേക്കർ തന്നെയാണ് എന്ന് പറയുന്ന പോലെ തന്നെ ഒന്നിൻ്റെ മ്യൂസിക് ചെയ്യേണ്ടതും ഫിലിം മേക്കർ തന്നെയാണ് എന്നുള്ള വിശ്വാസത്തിലാണ്. ഈവൻ ദോ ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ ഫോർ എവരിബഡി. പക്ഷേ ഞാനത് ശ്രമിച്ച് കൊണ്ടിരിക്കുന്നു, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണത്. ഇപ്പോൾ ഈ ഒഴിവ് സമയങ്ങൾ എങ്ങനെയാണ് ആനന്ദകരമാക്കുന്നത്? അല്ല, ഇപ്പോൾ ഇപ്പോൾ ഒരു ചെറിയൊരു 2-3 മാസത്തേക്ക് ഞാൻ കുറച്ചൊരു ഹോം ബൗണ്ടാണ് ആരോഗ്യപരമായിട്ടുള്ള ചില കാരണങ്ങളാൽ. അപ്പോൾ വായനയും നേരത്തെ പറഞ്ഞ ചില പ്രോജക്റ്റുകളുടെയൊക്കെ ഡെവലപ്മെൻറ്റും വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. മ്യൂസിക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു 10-50ഓളം കോമ്പസിഷൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്, ട്രാക്സ് ചെയ്തിട്ടുണ്ട്. ഒരു ആൽബമായിട്ട് അയ്യോ അത്രയൊന്നും ധൈര്യമില്ല. ഓർക്കസ്ട്രൽ സാധനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലിറിക്സ് ട്രൈ ചെയ്യില്ല? ഇല്ല. സോങ് എന്നുള്ള ഫോർമാറ്റിനോടല്ല, ഞാനൊരു മ്യൂസിക് ആസ് എൻ ഇൻസ്ട്രുമെൻ്റൽ സിംഫോണിക് ആയിട്ടുള്ളൊരു പീസസ് ആയിട്ടാണ് കൺസീവ് ചെയ്തിരിക്കുന്നത്. സാറിൻ്റെ ഒരുപാട് സിനിമകൾ നല്ല നല്ല പാട്ടുകളുണ്ട്, പ്രത്യേകിച്ച് ഒരേ കടലിലെ പാട്ടുകൾ ഭയങ്കര രസമാണ്. പ്രണയസന്ധ്യ ഒക്കെ കേൾക്കാൻ, അതുപോലെ അകലയിലെ പാട്ടുകൾ സ്വാഭാവികമായിട്ടും. ഞാൻ ഒറ്റ കാര്യം ചോദിക്കാൻ മറന്നുപോയി. ഈ അരികയിലേക്ക് ദിലീപ് എന്നുള്ളതൊരു ഫസ്റ്റ് തോട്ടായിരുന്നോ? ഫസ്റ്റ് തോട്ടല്ല, പക്ഷേ പലരെയും നമ്മൾ ഇങ്ങനെ ആലോചിച്ച്, അത് വിന്ധ്യൻ എന്നുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഡ്യൂസറുടെ ഒരു മിടുക്കാണ് ദിലീപിനെ പോലൊരാളെ അതിനകത്ത് കൊണ്ടുവരാൻ. അപ്പോൾ ഞാൻ ഈ കഥ, ഇങ്ങനെ ഒരു കഥയെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിച്ചുകൂടാ ദിലീപായി എങ്ങനെ ഉണ്ടാവുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വയനോട്ട്, ദിലീപായിട്ട് ഞാൻ കല്ലുകൊണ്ട് വീണ്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. ആസ് ആൻ ആക്ടർ എനിക്കിഷ്ടമുള്ള ആളാണ്. അപ്പോൾ അത് എന്തുമാത്രം ഇതിലേക്ക് വഴങ്ങും, സമയം കിട്ടും എന്നൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷേ അത് വിന്ധ്യനേറ്റു, അങ്ങനെ വന്നതാ. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു സാറിൻ്റെ സിനിമയെക്കുറിച്ച് പറഞ്ഞാൽ, പക്ഷേ അത്രയും നമുക്ക് നീട്ടാനും പറ്റില്ലല്ലോ. അപ്പോൾ സാറിൻ്റെ ഇനി വരാനുള്ള പ്രോജക്റ്റുകൾക്കായി കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് സീരീസ് ഉണ്ടെന്ന് പറയുമ്പോൾ അത് എന്താണെന്ന് അറിയാനുള്ള ഭയങ്കര ക്യൂരിയസ്. തീർച്ചയായും. അല്ല, ആ ക്യൂരിയോസിറ്റി തൽക്കാലം എനിക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. കാരണം അത് എനിക്കത് തൽക്കാലം ഡിക്ലെയർ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ്. ബട്ട് സംതിങ് വെരി ഇൻട്രസ്റ്റിംഗ്, ഞാനിതുവരെ ചെയ്തിട്ടുള്ള
പല ജോണറുകളുടെയൊക്കെ ഒരു മിക്സോ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു കുറേയും കൂടി ഡീറ്റെയിലിംഗ് ആയിട്ടുള്ളൊരു സാധനങ്ങളാണ്. സീരീസിൻ്റെ വലിയൊരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഈ സിനിമാ താരങ്ങളുടെയൊക്കെ പല ലിമിറ്റേഷൻസ്, അവർ ഈ പോപ്പുലർ ഫിഗേഴ്സ് ആവുന്നതുകൊണ്ടുള്ള ലിമിറ്റേഷൻസൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പല കാര്യങ്ങളും. അങ്ങനെ കുറേയും കൂടി ട്രൂത്ത്ഫുള്ളായിട്ട് ലൈഫിനെയും റിലേഷൻഷിപ്പുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന കഥകളുണ്ട്. പിന്നെ നമ്മൾക്ക് അറിയുകയും പക്ഷേ നമ്മൾ കൂടുതൽ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കാതിരിക്കുകയും ചെയ്യുന്ന പല ജീവിത മുഖങ്ങളെക്കുറിച്ചുള്ള കഥകളുണ്ട്. നോക്കാം നമുക്ക് യെസ്. ഇങ്ങനെ വരുന്നു. അപ്പം താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.